കർത്താവ് എന്നോട് സംസാരിക്കണേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടായിരിക്കണം ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. കർത്താവ് നമ്മളോട് സംസാരിക്കും. ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, കർത്താവിനെ അറിയാവുന്നവർ പറയും, ദൈവവചനം അറിയുന്നവർ പറയും, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞു, സ്നേഹിക്കുന്നു വായുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരെ, എന്തോ ചെയ്യണം? അത് നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടണം. അതെങ്ങനെ പ്രവൃത്തിയിൽ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് അനുസരണത്തിലൂടെയാണ്, തികഞ്ഞ അനുസരണത്തിലൂടെയാണ്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിൽ പ്രിയ പ്രദീപ് പാസ്റ്റർ എടുത്ത ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞത്, ചിലർ 70% അനുസരിക്കുന്നവരുണ്ട്, 80% അനുസരിക്കുന്നവരുണ്ട്, 90% അനുസരിക്കുന്നവരുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ മാത്രം കർത്താവിനെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവരിന്നും അത് അനുസരിക്കാൻ പ്രയാസമുണ്ട്. കർത്താവെ ക്ഷമിക്കണേ എന്ന് ഇടയ്ക്കൊക്കെ പറയുമെങ്കിലും വീണ്ടും അനുസരണക്കേട് കാണിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ആത്മീയ ജീവിതമല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞ വാക്കുകളുടെ ആ വലിപ്പം, ആ ഗൗരവം നമുക്ക് നിത്യത്തെ ചെല്ലുമ്പോഴേ തിരിച്ചറിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണത്തിൽ 100-ൽ 99 അനുസരിച്ചു, 99-ലും നിങ്ങൾ ക്ലിയറാണ്. പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അത് അനുസരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബാക്കി 99-ലും കുറ്റക്കാരാവും. വായിച്ചിട്ടില്ലേ? കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ 99-ലും ന്യായപ്രമാണവും പ്രമാണിക്കുന്നുണ്ട്, പക്ഷേ അതിനകത്തിൽ ഒരെണ്ണത്തിൽ എന്തോ ചെയ്യുന്നില്ല, അതനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാത്തിലും കുറ്റക്കാരാവും. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണമായ സമർപ്പണമാണ്, ഒരു പൂർണ്ണമായ അനുസരണമാണ്. അതാണ് കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്. അതിനെ മാതൃകയാക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ വായ് കൊണ്ട് അത് നമ്മൾ ഏറ്റുപറയണം. രക്ഷ എങ്ങനെയാണ് നമ്മൾ സ്വായത്തമാക്കിയത്? നമ്മുടെ വായ് കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞു, യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമാണ്. അത് പറഞ്ഞ സമയത്താണ് എൻ്റെ രക്ഷ സംഭവിച്ചത്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അത് സംസാരിച്ചപ്പോൾ ചിലത് സംഭവിച്ചു. കർത്താവ് സൃഷ്ടിപ്പ് നടത്തിയതെല്ലാം തൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ടാണ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തും. കർത്താവ് പറഞ്ഞു, മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം നിങ്ങളുടെ നാവിന്മേൽ തന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു കാര്യം വാങ്ങി തുറന്ന് പറയാൻ പോകുന്നത് നമ്മൾ സംസാരിച്ച വിഷയമാണ്. എന്താണെന്നറിയോ? എല്ലാവരും എൻ്റെ കൂടെ ചേർന്ന് പറയണേ. പറയാൻ പോകുന്ന കാര്യം ആദ്യമേ പറയാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ഈ ഭൂമിയിലുള്ള സകലരെക്കാളും അധികം, സകലറ്റിനേക്കാളും അധികം, സകല സമ്പന്നതയേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെയൊക്കെയാണോ സ്നേഹിക്കുന്നത്, നമ്മൾ അതിനെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് അതിനെയൊക്കെ വായ കൊണ്ട് പറഞ്ഞിട്ട് പറ, അതിനേക്കാളെല്ലാം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാമോ? വായി തുറന്നൊന്ന് പറയാമോ? യേശുവേ, ദൈവമേ, എൻ്റെ പിതാവേ, എൻ്റെ കർത്താവേ, ജീവനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചവനെ ഞാനും തിരിച്ച് അങ്ങേ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകലരെക്കാളും കൂടുതൽ, സകലറ്റിനേക്കാളും കൂടുതൽ, സകലത്തിനേക്കാൾ കൂടുതൽ, എൻ്റെ മാതാപിതാക്കളേക്കാൾ കൂടുതൽ, എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ, എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ, എൻ്റെ മക്കളേക്കാൾ കൂടുതൽ, എനിക്ക് തന്നിട്ടുള്ള സമ്പത്തിനേക്കാൾ കൂടുതൽ, എനിക്ക് തന്നിട്ടുള്ള സ്ഥാനമാനങ്ങളേക്കാൾ കൂടുതൽ, വീടിനേക്കാൾ കൂടുതൽ, സകലത്തിനേക്കാൾ ഉപരി എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അധരം തുറന്ന് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് വായി സംസാരിക്കുന്നു. അത് അധരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. ഇന്ന് രാവിലെ കാലം അതിന് തടസ്സമായി എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് മാറ്റി പ്രാർത്ഥിച്ചേ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ അങ്ങേക്കാൾ കൂടുതൽ ഇന്നതിനെയൊക്കെ സ്നേഹിച്ചു പോയ അനുഭവങ്ങൾ, ഇന്നതിനൊക്കെ വേണ്ടി പുറകെ പോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഇന്ന് ഞാൻ ദൈവസന്നിധി തീരുമാനിക്കുന്ന എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ അങ്ങയെ സ്നേഹിക്കും. സകലത്തിനേക്കാൾ ഉപരി എൻ്റെ ജീവനേക്കാൾ കൂടുതൽ, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ, സ്വന്തം പ്രാണനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് എത്ര പേരിന്ന് ദൈവസന്നിധിയിൽ പറയും? അധരങ്ങളെ ഒന്ന് തുറന്നേ. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ, എൻ്റെ ജീവനേക്കാൾ കൂടുതൽ, സ്വന്തം ജീവനെ തന്ന് എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഓ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു.
ആത്മീയ ജീവിതം എളുപ്പമല്ല. ആത്മീയ ജീവിതം എളുപ്പമല്ല. ദൈവവചനം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകര, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ പറയുന്നു, മിസ്രൈമിൽ നിന്ന് വലിയൊരു കൂട്ടം ജനം പുറപ്പെട്ട എല്ലാവരും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ കനാൻ നാട് എത്ര പേര് അവകാശമാക്കിയെന്നുള്ളതാണ് ചോദ്യം. അവരിറങ്ങിയത് എല്ലാവരും കനാൻ നാട് അവകാശമാക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവർ 40 വർഷം മരുഭൂമിയിൽ ഉഴലേണ്ട ഒരു കാര്യവും അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തി നിമിത്തം, ദൈവത്തെ ദുഷിച്ചത് നിമിത്തം, നിന്ദിച്ചത് നിമിത്തം, അന്യദേവന്മാരെ സേവിക്കുവാൻ പോയത് നിമിത്തം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്നത് വളരെ അധികമാണ്. ദൈവവചനം പറയുന്നു, യോശുവയും കാലേബും അല്ലാതെ 20 വയസ്സിന് മുകളിലുള്ള ആരും കനാൻ നാട് കണ്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവവചനം പറയും, ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി കടക്കുന്നു. നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ശരിയാ. സ്നാനപ്പെട്ടു, ശരിയാ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ശരിയാ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കടന്നു വരുന്നുള്ളത് ശരിയാ. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിട്ടേ ഉള്ളൂ. നമ്മുടെ ലക്ഷ്യം നാം നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ, ആ നിത്യതയെ അവകാശമാക്കിയവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരുക എന്നുള്ളതാണ്. അതിന് ദൈവവചനം പറയുന്നത്, നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം, സഹിക്കണം, യുദ്ധം ചെയ്യണം. നിങ്ങൾ പോർക്കളത്തില്ല, നിങ്ങൾ ഓട്ടക്കളത്തില്ല, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നീതിയുടെ കിരീടം പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാവുന്ന, നമുക്ക് പിടിവിട്ടു പോകാവുന്ന ഒന്നാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അതിലേക്ക് നമ്മൾ പൂർണ്ണ ശ്രദ്ധയോടെ, ദൈവവചനം പറയുന്ന പരമവിളിയുടെ ലാക്കിനായി, ആ വിരുദിനായി, ആ ലക്ഷ്യത്തിലേക്ക് സ്ഥിരതയോടെ ഓടുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം സീരിയസ് ആണ്, നമ്മുടെ പറയുന്ന വാക്കുകളിൽ നമ്മൾ സീരിയസ് ആണ്. പലപ്പോഴും നമ്മളിതൊക്കെ അങ്ങ് മറന്നു പോവുകയാണ്. പിശാചിൻ്റെ ഉദ്ദേശം നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയണമെന്ന്, നമ്മളുടെ ആ ഒരു ജ്ഞാനത്തിൽ നിന്ന്, അറിവിൽ നിന്ന്, ആ സുബോധത്തിൽ നിന്ന് നമ്മളെ അന്യപ്പെടുത്തി കളയണമെന്ന്. എപ്പോഴും നമ്മളെ ഈ സുബോധത്തിൽ നിലനിർത്തരുതെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് കരുതിയോ അത് പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്, നമ്മുടെ വിരുദ് പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂട്ടത്തിൽ അനേകരോടുന്നുണ്ട്. പക്ഷേ അനേകർ വീണുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ അറിയത്തില്ല എത്ര പേര് വീണുപോയി, എത്ര പേര് അങ്ങ് ചെല്ലുമെന്നുള്ള കാര്യം നമ്മൾ അറിയത്തില്ല. നമുക്കിന്നും അറിയത്തില്ല നമ്മളിൽ എത്ര പേര് അവിടെ കാണുമെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പോടെ, വിശ്വസ്തയോടെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടണം. ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും, നമ്മുടെ സ്വന്തം ജീവനെ പോലും കളഞ്ഞിട്ടാണെങ്കിലും, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പ്രാപിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെ ഓടിയെങ്കിൽ മാത്രമേ നമ്മുടെ വിരുദ് നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴമായിട്ടൊന്ന് കയറണം. ഞാൻ പറയട്ടെ, ചിലരുടെ ഒരു വാക്കാണ്, അവരുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്കാണ് അവരുടെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവരുടെ കോപത്തിൽ വന്ന ഒരു പ്രവൃത്തിയാണ് അവർക്ക് നിത്യത നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവർ പോർക്കളത്തിൽ നിന്ന് വീണുപോയത്. കർത്താവിനെ തള്ളി പറയുന്ന ഒരു വാക്കാണ് വായിൽ നിന്ന് വന്നു പോയതാണ് അവർ നഷ്ടപ്പെട്ടു പോയത്. നമ്മളെക്കാൾ ദർശനമുണ്ടായിരുന്ന, കാഴ്ചപ്പാടുണ്ടായിരുന്ന, കർത്താവിന് വേണ്ടി ഓടിയ, കർത്താവിന് ഇറങ്ങിത്തിരിച്ച, നമുക്ക് വേണ്ടി വലിയ വില കൊടുത്തവരൊക്കെയും വീണുപോയ ഒരു പോർക്കളത്തിൽ ആര് നിൽക്കുന്നത്? അതുകൊണ്ട് ദൈവം പറയുന്ന, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല ഭാരവും, പാപത്തേക്കാൾ പ്രശ്നം എന്തുവാ? ഒരു ദൈവവൈതലായാൽ അവൻ പാപത്തെ ജയിച്ചു തുടങ്ങിയാൽ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് ജീവിതഭാരങ്ങളാണ്. കർത്താവ് ഉപമകൾ പറയുമ്പോൾ, വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ചിന്ത, ധനത്തിൻ്റെ വഞ്ചന, ഉപജീവനങ്ങളുടെ
ഭാരം, ഇതൊക്കെ എന്ത് ചെയ്തു? ആത്മീയ ജീവിതത്തെ ഞെരുക്കിക്കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. അതിനകത്തിലൊന്നും എന്തോ ഇല്ല, എണ്ണപ്പെട്ട പേര് പറയപ്പെട്ട പാപങ്ങളല്ല ആ വ്യക്തിയെ ഇല്ലാതാക്കിയത്, മറിച്ച് പിന്നെന്തുവാ? ഉപജീവന ചിന്തകൾ. നാളെ എന്തായിത്തീരും, എൻ്റെ ഇന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിത്തീരും? അവർ പ്രശ്നങ്ങളെയാണ് നോക്കിയത്. ദൈവജനം ഇപ്രകാരം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കണം. ഇതൊക്കെ നമ്മൾ എത്രയോ 1000 തവണ കേട്ടതാ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സഭായോഗത്തിന് വരുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറും നമ്മുടെ നോട്ടം എവിടെ നിന്ന് മാറരുത്? നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് മാറിപ്പോകരുത്. പത്രോസ് എത്ര ഉറപ്പോടുകൂടിയാ ആ സമുദ്രത്തിൻ്റെ ആഴിയുടെ മീതെ നടക്കുവാൻ കാലെടുത്ത് വെക്കുമ്പോൾ, ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുമ്പോൾ പത്രോസിൻ്റെ നോട്ടം ആരിലായിരുന്നു? കർത്താവിലായിരുന്നു. കർത്താവിൽ നിന്ന് ആ നോട്ടം മാറിപ്പോകാതെ കർത്താവിൽ തന്നെയാണ് നോക്കിയത്. പക്ഷേ എപ്പം ആ നോട്ടം മാറി തിരമാലകളിലേക്കായോ, കടൽ തിരകളിലേക്ക് നോക്കുവാൻ തുടങ്ങിയോ, ആ സമയം എന്ത് ചെയ്യാൻ തുടങ്ങി? കാലുകൾ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി. നമ്മുടെ നോട്ടം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ നിത്യതയോട്ടം സ്ഥിരതയോടെ ഓടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നും സാധ്യമല്ലെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവവചനം പറയുന്നു, നമ്മളെ ആ ദിവസം അങ്ങനെ ആക്കി തീർക്കുവാൻ കഴിയുന്ന, അത് നമ്മളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് അങ്ങ് ഏറ്റെടുത്തോളൂ. ഞാൻ ഒന്നുമില്ലെന്ന് എപ്പം പറയാൻ തുടങ്ങുന്നോ, എനിക്കൊണ്ട് ഒരു കഴിവുമില്ലെന്ന് ഞാൻ എപ്പോൾ സമ്മതിക്കുന്നോ, അപ്പോഴാണ് കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഞാൻ എപ്പോൾ 0 ആകാൻ തയ്യാറാകുന്നു, അവിടുന്ന് ആ കർത്താവിൻ്റെ പ്രവൃത്തി എന്തെങ്കിലും എന്നിൽ നടക്കാൻ തുടങ്ങുന്നത്. അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. എനിക്ക് എന്തെങ്കിലും കഴിയുമെന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ ആര് തയ്യാറാകുമോ അവരെ ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. മാതാപിതാക്കൾക്ക് പോലും വേണ്ടാതെ ആ കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടവനാ ദാവീദ്. മാതാപിതാക്കൾ നോക്കുമ്പോൾ അവന് വലിയ കഴിവൊന്നുമില്ല. രാജാവായി അഭിഷേകം ചെയ്യുവാൻ ശലോമോനെ കർത്താവ് ഇശായിയുടെ വീട്ടിലേക്ക് അയക്കുമ്പോൾ, ഇശായിയോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരായി കൊണ്ട് നിർത്തുക. ഇശായി ഏറ്റവും പ്രതീക്ഷിച്ച മകനെ ആദ്യം കൊണ്ട് നിർത്തി. അവനെ കണ്ടാലേ രാജാവാകാൻ എല്ലാ യോഗ്യതയുമുണ്ട്. ബാക്കിയുള്ള 10 മക്കളെയും കൊണ്ട് നിർത്തിയിട്ടും പിന്നെയും ഇശായിയോട് ചോദിക്കുക, പിന്നെയും വേറെ ആരെങ്കിലും? ഇശായിയുടെ മറുപടി കേട്ടാൽ നമുക്ക് തോന്നും, ഒരുത്തനുണ്ട്, അവനെ കൊണ്ട് പിന്നെ ഇതിനൊന്നും കൊള്ളത്തില്ല. ലോകം നിനക്ക് എന്ത് വിലയിടുന്നുള്ളതെന്നല്ല കാര്യം, കർത്താവ് നിന്നിൽ എന്ത് കാണുന്നുള്ളതാണ് കാര്യം. കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ച് കൊടുക്കാൻ തയ്യാറായാൽ, കർത്താവേ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പഴിയത്തില്ല, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല, കർത്താവിന് ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള കഴിവ് എനിക്കില്ല. എൻ്റെ കർത്താവേ, നീ എന്നെ നടത്തണേ, നീ എന്നെ വഴി നടത്തണമേ. അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുക്കാൻ, ഇരുളിൻ്റെ ശക്തികളെ ജയിക്കാൻ, പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ, എന്നെ വിരുദ്ധ തെറ്റിച്ച് കളയുവാൻ വ്യാപരിക്കുന്നില്ല അന്ധകാര പോരുകളെയും ജയിക്കുവാൻ ആവശ്യമാർന്ന ആത്മാവിൻ്റെ ബലം എന്നിലേക്ക് വ്യാപരിക്കണേ എന്ന് പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് തിരുമുഖത്തേക്ക് നോക്കുവാൻ നീ തയ്യാറായാൽ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്റെ കാലുകളെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കുവാൻ, ഗിരികളിൽ നിന്നെ നിൽക്കുമാറാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിന്മേൽ വ്യാപരിക്കുവാനിടയായിത്തീരും. ഞാൻ ആ ദൈവശക്തി അനുഭവിക്കുകയാണ്. എത്ര പേര് ആ ദൈവശക്തി അനുഭവിക്കുന്നുണ്ട്? നാളത്തേക്ക് ആ പ്രാർത്ഥന മാറ്റി വെക്കരുത് കേട്ടോ. ഇപ്പോൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചേ. എന്നെ പിറകോട്ട് വലിക്കുന്ന, എൻ്റെ ആത്മീയ വിരുദിനെ തെറ്റിക്കുന്ന, എന്നിലുള്ള ദൈവശക്തിയെ തടയുന്ന, അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ വിജയമെടുക്കുവാൻ, ജയം പ്രാപിപ്പാൻ കർത്താവേ എനിക്ക് കഴിവില്ല. ജയാളിയായ കർത്താവേ, എന്നിലേക്ക് കടന്നു വന്ന് എന്നിൽ വസിച്ചുകൊണ്ട്, എന്നിൽ ഇരുന്നു കൊണ്ട് അന്ധകാര വ്യാപാരങ്ങളെ ജയിക്കുവാൻ ആവശ്യമാർന്ന ആത്മാവിൻ്റെ ബലം
അഭിഷേകം എൻ്റെ മേലേക്ക് വ്യാപരിക്കണമേന്ന് ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഹൃദയം നുറുങ്ങി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്ന മനസ്സോടെ ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ജയാളിയായവനെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ളവനെ, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവനെ, എൻ്റെ ഉള്ളിലേക്ക് വന്ന് ജയിക്കുന്നവനായി എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് പാപത്തിൻ്റെ മീതെ നടക്കുവാൻ, ലോകത്തിൻ്റെ മീതെ നടക്കുവാൻ, ജഡമോഹങ്ങളുടെ മീതെ നടക്കുവാൻ ആവശ്യമാർന്ന ആത്മാവിൻ്റെ ബലം ശഖനധന അധരാജനാദിയ റിബബബരഖനസിയധരാജനാദിയ ധീരധന അധരാജരാഷ്ട്രീയൽഖനരകസിയധരാജനാദിയ റിബബബനബശലലധരജനാദിയ. ദൈവശക്തിയേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമേ, അടിയങ്ങളുടെ മേലേക്ക് ശക്തിയോടെ വ്യാപരിക്കണമേ. രാധന ജന ഹധരാജരാധന. കഴിഞ്ഞ നാളുകളിൽ പല വിഷയങ്ങളിലും നമ്മളെ പരാജയപ്പെടുത്തിയ, പല വിഷയങ്ങളിലും നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞ മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തിപരമായി നമുക്കുള്ളിൽ അറിയാം. അത് മറ്റൊരാൾക്ക് അറിഞ്ഞു വരത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് അറിഞ്ഞെന്ന് വരത്തില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് അറിഞ്ഞെന്ന് വരത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞെന്ന് വരത്തില്ല. എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ സാത്താൻ തോൽപ്പിച്ച് കളഞ്ഞത്, ആ മേഖലകളിൽ ജയം വ്യാപരിപ്പിക്കുവാൻ ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഹൃദയംഗമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എന്നെ തോൽപ്പിച്ച് കളഞ്ഞ, എൻ്റെ മേൽ ജയം എടുത്ത എല്ലാ ഇരുളിൻ്റെ വ്യാപാരങ്ങളുടെ മേലും, എല്ലാ ലോകശക്തികളുടെ മേലും, എല്ലാ ജഡത്തിന്റെ വ്യാപാരങ്ങളുടെ മേലും ഒരു ജയം നൽകി ഒരു വിശുദ്ധ ജീവിതം നൽകി എന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവമേ അങ്ങേക്ക് കഴിയും. ഞാൻ പറയട്ടെ, ലോകത്തിൽ ഏറ്റവും വലുത് എന്താണെന്നറിയാമോ? ഏറ്റവും വലുത്, ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും വലുത് ദൈവത്തിന് വിശുദ്ധനായിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ ഏറ്റവും ഭയപ്പെടുന്ന ആരെയാണെന്നറിയാമോ? വലിയ കൺവെൻഷൻ പ്രാസംഗികനെയൊന്നുമല്ല, വലിയ പാട്ട് നന്നായി പാടുന്നവനെ അല്ല, ഇൻസ്ട്രുമെൻ്റ് നന്നായി മ്യൂസിക് വായിക്കുന്നവനെ അല്ല. അതൊക്കെ ലോകം അംഗീകരിക്കും. പിശാച്, അന്ധകാര ശക്തികൾ, പാതാള ഗോപുരങ്ങൾ ഭയപ്പെടുന്നത് വിശുദ്ധനെയാ. നിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ, നിൻ്റെ വായിൽ നിന്ന് അധികാരത്തോടൊരു വാക്ക് നീ ഉയരുവിടുവാൻ തയ്യാറായാൽ, നീ ദൈവത്തിന് വിശുദ്ധനാണെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്നിൽ വസിക്കുന്നവനാണെങ്കിൽ, ലോകത്തിന് ഒരുപക്ഷെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അന്ധകാര ശക്തികൾക്ക് അത് തിരിച്ചറിയാം. നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നീ മുഴങ്കാലം മടക്കിയാൽ അന്ധകാര ശക്തികൾ വിറയ്ക്കും. ദുഷ്ടശക്തികൾ വിറയ്ക്കും. നിനക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികൾ അടിയറവ് പറയും. വിശുദ്ധനായിരിക്കുക, ദൈവത്തിനായി വിശുദ്ധനായിരിക്കുക. എന്ത് വില കൊടുത്തും കർത്താവിന് വേണ്ടി വിശുദ്ധനായിരിക്കുക. അതിൽ നിന്നെ തെറ്റിച്ച് കളയാനാ ഇരുട്ടിൻ്റെ ശക്തികൾ മുഴുവൻ നിൽക്കുന്നത്, ഈ ലോകത്തിൻ്റെ ശക്തികൾ മുഴുവൻ നിൽക്കുന്നത്, ജഡത്തിൻ്റെ ശക്തികൾ മുഴുവൻ നിൽക്കുന്നത്. നിന്റെ വിരുദിൽ നിന്ന് തെറ്റിച്ച് കളയാനാ. അതിനെതിരെ വ്യാപരിക്കുന്ന നിന്റെ വിരുദിനെതിരെ വ്യാപരിക്കുന്ന, നിന്റെ മേലുള്ള ദൈവകൃപയ്ക്കെതിരെ വ്യാപരിക്കുന്ന, നിന്റെ മേലുള്ള ദൈവിക ഉദ്ദേശങ്ങൾക്കെതിരെ വ്യാപരിക്കുന്ന, നിന്റെ മേലുള്ള ദൈവിക പൂർണ്ണ ഹൃദയം നിറവേറുന്നതിന് അതിന്മേൽ നിന്ന് നിന്നെ മാറ്റിക്കളയുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളെ ജയിക്കുവാൻ
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ, 7ഉം 8ഉം വാക്യങ്ങൾ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു, പഴയ തുണിക്കണ്ടം പുതിയ തുണിക്കണ്ടത്തോട് ചേർത്ത് തുന്നത്തില്ല. തുന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കീറൽ പഴയതിലും വലുതാവും. ഇത് തുന്നാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെങ്കിലും ഉപയോഗിക്കാൻ നല്ലത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, പുതിയ തുണിക്കണ്ടം പഴയ തുണിക്കണ്ടത്തോട് ചേർന്ന് തുന്നരുത്. അന്നേരം തന്നെ കർത്താവ് പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല. ഈ പഴയ തുരുത്തിലോട്ട് പുതിയ വീഞ്ഞ് പകർന്നാൽ തുരുത്തി പൊട്ടിപ്പോവും, തുരുത്തിയും പോവും വീഞ്ഞും പോവും, രണ്ടും ഇല്ലാതായിപ്പോവും. അത് നല്ലത് ഈ വീഞ്ഞ് പകരാതിരിക്കുന്നതാണ്. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, കർത്താവിനോട് നിരപ്പ് പ്രാപിക്കേണ്ട സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ, ചിന്തകൾ, നിരൂപണങ്ങൾ, ആഗ്രഹങ്ങൾ ഇവയൊക്കെ വെച്ചുകൊണ്ടിരുന്ന് ദൈവാനുഗ്രഹം നമ്മളുടെ മേലേക്ക് ചൊരിഞ്ഞാൽ അത് ഇരട്ടി ശിക്ഷാവിധിക്ക് കാരണമായി തീരും. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. അതുകൊണ്ട് ആദ്യം എന്തോ ചെയ്യണം? ഈ തുണിക്കണ്ടത്തെ മുഴുവൻ പുതിയതാക്കണം. ആദ്യം ഈ വീഞ്ഞ് പകരുന്നതിന് മുമ്പേ തുരുത്തി പുതിയതാകണം. തുരുത്തി പുതിയതാകണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. ഇപ്പോൾ ജനിച്ച കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ, അവർ ഹൃദയം എത്ര ശുദ്ധമാണെന്നറിയാമോ? അവർ ഹൃദയത്തിൽ കപടതയൊട്ടുമില്ല. അവരുടെ ജീവിതം, അവരുടെ ഹൃദയം വളരെ തെളിഞ്ഞ്. അവരുടെ അടുത്ത് ഒരാൾ ഒരു കുറ്റം പറഞ്ഞ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് കുറ്റമാണെന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടു നടന്ന് പിണക്കം വെക്കാനുള്ള മാനസികാവസ്ഥ ആർക്കില്ല? കുഞ്ഞുങ്ങൾക്ക് ഇല്ല. ഇനിയിപ്പം കുറച്ചുകൂടെ പ്രായമായാൽ അവരെ ഒന്ന് അടിച്ചു കഴിഞ്ഞാലും 5 മിനിറ്റ് കഴിയുമ്പോൾ അവരെന്തോ ചെയ്തു? അവർ മറന്നുപോയി. അടിച്ച കാര്യമേ അവർ മറന്നുപോയി. അടിക്കുന്നതിന് മുമ്പുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹത്തോടാണ് അവർ പിന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പോൾ ആ ഒരു മനസ്സിലേക്ക് നമുക്ക് വരണം. എളുപ്പമല്ല. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സോടെ നമ്മൾ ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവജനം ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധ്യമല്ല. അത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി അല്ലേ? കട്ടിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞ വചനം മനസ്സിലാകത്തില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ആത്മീയമായി ഫലം കായ്ക്കാൻ കഴിയത്തില്ലെന്നല്ല പറഞ്ഞത്. സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് വരാനേ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെ ഒന്ന് കേട്ടേ, ദൈവകൽപ്പനയായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. അപ്പം ശിശുക്കളെ പോലെ ആയേ പറ്റൂ. ചില കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെയും കണ്ടിട്ടും കാണാത്തവരെ പോലെയും പല പരിഹാസങ്ങളും നിന്ദകളും ദുഷ്കങ്ങളും കുറ്റാരോപണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പം അതൊന്നും കേട്ടിട്ടില്ലാത്തവരെ പോലെ നമുക്കിത് പറഞ്ഞവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ശിശുക്കളെ പോലെ ആവുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നാം ചെയ്തിട്ടില്ലാത്തൊരു തെറ്റ്, നാം അറിഞ്ഞിട്ടേ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾക്കെതിരെ ഒരു വ്യക്തി പറയുമ്പോൾ അത് കേട്ടിട്ടില്ലാത്തവണ്ണം ആ വ്യക്തിയെ
പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നാം ശിശുവിനെ പോലെയുള്ള ഹൃദയമുള്ളവരാകുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണേ. അതുപോലെ അനേക കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, കഴിഞ്ഞ ദിവസം ദൈവാലോചന സംസാരിക്കാൻ തന്നപ്പോൾ ഞാൻ ഇതേ വിഷയം എടുത്തത്. പക്ഷേ അതെങ്ങും കൊണ്ടുവന്ന് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ വചനത്തിൻ്റെ ആഴങ്ങൾ കുറച്ചുകൂടെ വെളിപ്പെടുത്തി സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനെ ഹേമിക്കുന്നത് കൊണ്ടും സഹോദരന്മാർ പലർ എൻ്റെ അടുത്ത് വന്ന് ഈ വിഷയങ്ങൾ കൂടുതൽ അറിയണമെന്ന് എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചത് കൊണ്ടും ഈ വിഷയം തന്നെ ഇന്ന് ഞാൻ എടുത്തത്. ഇന്ന് ദൈവവചനം വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം. കർത്താവിന് നമ്മളോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. ഈ ദൈവവചനം നമ്മൾ കേൾക്കും തോറും നമ്മളെ ഒത്തിരി അത് ശക്തിപ്പെടുത്തുന്നതാണ്, നമുക്ക് ഒത്തിരി ബലം പകരുന്നതാണ്, നമ്മുടെ ഉള്ളിലേക്ക് അത് ആ ദൈവശക്തി അങ്ങ് ഇറങ്ങി വരുന്നതാണ്. നമുക്ക് കർത്താവിനോട് ഒത്തിരി അങ്ങ് സ്നേഹം തോന്നും കേട്ടോ. ദൈവവചനം നമ്മൾ അറിയും തോറും നമുക്ക് ആ ദൈവവചനം അങ്ങ് ഇഷ്ടം തോന്നും. കർത്താവ് എത്ര സത്യമാണെന്നറിയാമോ? ഇത് തേൻകട്ടയിലും മധുരമുള്ളതാണ്. ഭയങ്കര മധുരമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുത്ത് വരുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല, വിശക്കുകയില്ല. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഈ ജഡമനുഷ്യന് എന്തോയിനോടുള്ള ദാഹമുണ്ട്? ഈ ഭൂമിയോടുള്ള, ഈ ലോകത്തിലുള്ള നമ്മുടെ ജഡത്തിന് ആവശ്യമായ സകലത്തിനോടുള്ള ദാഹം എന്തോയിനുണ്ട്? നമ്മുടെ ജഡമനുഷ്യനുണ്ട്. പക്ഷേ നമ്മുടെ ആത്മമനുഷ്യൻ ഒന്ന് ഉണർത്തപ്പെട്ടാൽ, ഒന്ന് ജീവൻ പ്രാപിച്ചാൽ, ഒന്ന് ബലപ്പെട്ടാൽ അതിൻ്റെ ആഗ്രഹം മുഴുവൻ ദൈവത്തോടാ. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തെ വാഞ്ചിച്ച് മോഹിക്കുന്നു. അതൊക്കെ എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണെന്നറിയാമോ? ഇതൊന്നും നമ്മൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം നമ്മളുമായിട്ടൊന്നും ഇതിനൊരു ബന്ധവും. കർത്താവിനെ ആഗ്രഹിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ സഹിത്വം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഞാൻ വരത്തില്ല, കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ജനത്തെ ഞാൻ കൊന്നുകളയും, കാരണം നിങ്ങളുടെ പ്രവൃത്തി അതുപോലെയാണ്. ഞാനൊരു ദൂതനെ അയക്കാം, എൻ്റെ ദൂതൻ നിങ്ങളെ കൂടെ ഇരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും, നിങ്ങളെ വലിയൊരു ജാതിയാക്കാം, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം. പക്ഷെ മോശ പറഞ്ഞു, നോ, നിൻ്റെ സാന്നിധ്യം വരുന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല, നിൻ്റെ സാന്നിധ്യം വരുന്നെങ്കിൽ എന്നെ വിടരുത്. മോശ എല്ലാത്തിനേക്കാളും വലുതായിട്ട് എന്തിനെയാണ് കണ്ടത്? ദൈവസാന്നിധ്യത്തെയാണ് കണ്ടത്, ദൈവത്തിൻ്റെ സഹിത്വത്തെയാണ് കണ്ടത്. അങ്ങനെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആത്മീയമായി ജീവനുണ്ടെന്ന്. അതിന് കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയമായി മരിച്ച അവസ്ഥയിലാണെന്ന്. നമുക്ക് ദൈവവചനത്തോടുള്ള ദാഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ ഡെഡ്, നമ്മൾ സ്പിരിച്വലി ഡെഡാണ്. നമുക്ക് ആത്മീയമായി വിശപ്പില്ല, ദാഹമില്ല. നമുക്ക് ആത്മീയമായി വേണ്ടത് ആദ്യം ജീവനാണ്. ആ ജീവൻ നമ്മൾ വ്യാപരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ദൈവത്തോട്, ദൈവവചനത്തോട്, ദൈവീയ വിഷയങ്ങളോട് നമുക്ക് ആഗ്രഹം വർദ്ധിക്കും. ആ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് ആ ദൈവവചനം ഭക്ഷിക്കുവാൻ കഴിയുന്നത്. അത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലേക്കല്ല പോകുന്നത്, അത് നമ്മുടെ ശരീരത്തിലേക്ക് ജീവനായി വ്യാപരിക്കും, നമ്മുടെ ആത്മാവിലേക്ക് ജീവനായി വ്യാപരിക്കും, നമ്മുടെ ദേഹിയിലേക്ക് ജീവനായി വ്യാപരിക്കും. അത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചത് നമ്മളെ ശക്തിയോടെ ബലപ്പെടുത്തും. അത് കർത്താവിൻ്റെ ഹിതമൊക്കെയും ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കും. ആ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കേണ്ടത്. ആ ആഗ്രഹത്തോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. ഇവിടെ 2 വിഷയമാണുള്ളത്. നമ്മൾ വായിച്ച വേദഭാഗത്ത് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ പെസഹ കുഞ്ഞാട്. ആ പെസഹ കുഞ്ഞാടുമായി നമുക്ക് ബന്ധം വേണമെങ്കിൽ ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്, നമ്മുടെ പുളിപ്പ് നമ്മളിൽ നിന്ന് മാറ്റണം. പുളിപ്പ് കാണാൻ പാടില്ല. നമുക്ക് പെസഹ കുഞ്ഞാടിനോടുള്ള ബന്ധവും പുളിപ്പും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, 2 യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയത്തില്ല. ഒന്നുകിൽ ഒരുത്തിനെ സ്നേഹിച്ച് മറ്റവനെ പകയ്ക്കണം, അല്ലെങ്കിൽ മറ്റവനെ സ്നേഹിച്ച് അടുത്തൊരാളെ പകയ്ക്കണം. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. ആദ്യം ഒരു സമയത്ത് ഒരു പക്ഷേ അല്പസ്വല്പമൊക്കെ 2 വള്ളത്തിൽ കാലുവെച്ച് പോകുവാൻ കഴിയാം. പക്ഷേ അല്പം മുമ്പോട്ട് പോകുമ്പോൾ 2 വള്ളങ്ങളും തമ്മിൽ അകന്നാൽ ഒന്നുകിൽ ഇവൻ താഴെ കടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കയറണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് ലോകത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ഒരുപോലെ പറ്റത്തില്ല. ദൈവവചനം പറയുന്നു, ലോകത്തിൻ്റെ സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അത് ശത്രുത്വം തന്നെയാണ്. നമ്മൾ എത്രമാത്രം ലോകത്തെ സ്നേഹിക്കുകയും ലോകത്തിൽ ഇടപഴകുകയും ലോകവുമായി മുമ്പോട്ട് പോകുന്നു, അത്രമാത്രം നമ്മൾ ദൈവത്തോട് അകന്നുകൊണ്ടേയിരിക്കും. നാം ദൈവത്തോട് എത്രമാത്രം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് നാം ലോകത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ലോകത്തോടുള്ള സ്നേഹം വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോട് അടുക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് കർത്താവിനോട് അടുക്കാൻ പറ്റത്തുള്ളൂ. എങ്കിൽ ഇന്ന് കേൾക്കുന്ന ദൈവവചനം ഒന്ന് ഏറ്റെടുക്കാമോ?
ഏറ്റെടുക്കാമോ? എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒരു പുതിയ ദുരിതയാക്കണേ? വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കണ്ട, ഇപ്പം ആ ഇരിപ്പിലിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ എന്നെ ഒരു പുതിയ ദുരിതയാക്കണേ. അങ്ങയുടെ വീഞ്ഞു പകരാൻ, അങ്ങയുടെ അഭിഷേകം പകരാൻ, അങ്ങയുടെ വചനം പകരാൻ, അങ്ങയുടെ ദൗത്യം ഏൽപ്പിക്കപ്പെടാൻ യോഗ്യമായൊരു പാത്രമായി, യോഗ്യമായൊരു തുരുത്തിയാക്കി എന്നെ മാറ്റണേന്ന് നീ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നാളെയല്ല, ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെയാക്കി നിന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവേ എന്നെ ഒരു പുതിയ ദുരിതയാക്കണേ. ഓ, എന്നിൽ നിന്ന് പുളിപ്പ് നീക്കണമേ. എന്നിൽ നിന്ന് പഴയ പുളിമാവിനെ മാറ്റണമേ. എന്നിൽ ദൈവഹിതമല്ലാതെ എന്നിൽ നിലനിൽക്കുന്ന സ്വഭാവങ്ങളെ, പ്രവൃത്തികളെ, ചിന്തകളെ, നിരൂപണങ്ങളെ, ഇഷ്ടങ്ങളെ എല്ലാം എൻ്റെ കർത്താവേ എന്നിൽ നിന്ന് മാറ്റണമേ. ഞാനൊരു പുതിയതാകാൻ തയ്യാറാ. എത്ര പേര് ദൈവസന്നിധി പ്രാർത്ഥിക്കും? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ എന്നെ പുതിയതാക്കണേ. കർത്താവേ അങ്ങയുടെ വേല ചെയ്യാൻ, അങ്ങയുടെ നാമം വഹിപ്പാൻ, അങ്ങയുടെ അഭിഷേകം ചുമക്കാൻ, അങ്ങയുടെ ആത്മാവിൻ്റെ ഒരു വലിയ പങ്ക് വഹിപ്പാൻ, അങ്ങയുടെ പെട്ടകം ചുമപ്പാൻ യോഗ്യമായൊരു പാത്രമാക്കി എന്നെ മാറ്റാമോ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ദൈവാത്മാവിനെ വഹിക്കുവാൻ യോഗ്യമായൊരു പാത്രമായി, ഒരു പുതിയ പാത്രമാക്കി എന്നെ മാറ്റണമേ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് അല്പകാര്യങ്ങൾ നാം അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും ഒരല്പകാര്യങ്ങളൂടെ നമുക്ക് ആ 12-ാം അധ്യായത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ അന്ന് ചിന്തിച്ച കാര്യം ഞാൻ ഓടിച്ചൊന്ന് പറയാമേ. പെസഹ കുഞ്ഞാടിനെ ആ മാസം 10-ാം തീയതി വേർതിരിക്കണം. 14-ാം തീയതി വരെ ആ പെസഹ കുഞ്ഞാടിനെ വീടിനകത്ത് സൂക്ഷിക്കണം. ആ പെസഹ കുഞ്ഞാടിനെ അതിൻ്റെ തൊഴുത്തിൽ നിന്ന് 10-ാം തീയതി എന്ത് ചെയ്യും? ഭവനത്തിനകത്തിലേക്ക് കൊണ്ടുവരും. ഭവനത്തിനകത്ത് ആ കുടുംബത്തിലൊരംഗമായി ഈ കുഞ്ഞാട് ആ കുടുംബത്തോട് ഒരുമിച്ച് വസിക്കും. ഇത് 1 വയസ്സുള്ള ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയാണ്. ഈ ആട്ടിൻകുട്ടിയോടുകൂടെ കുടുംബമായി വാസം ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ആട്ടിൻകുട്ടിയോടൊരു ആത്മാർത്ഥമായൊരു സ്നേഹബന്ധം ഉണ്ടാകും. പെറ്റിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാം ആ ഒരു സ്നേഹബന്ധം, ആ ഒരു അടുപ്പം. കുടുംബത്തിലൊരു വ്യക്തിയെ പോലെ ആ ആടങ്ങ് മാറുകയാണ് കേട്ടോ. 14-ാം തീയതി വൈകിട്ട് ഈ ആടിനെ അറുക്കണം. പക്ഷേ അറുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുടുംബത്തിലുള്ളവർക്കെല്ലാം ഭയങ്കര വേദനയാണ്, ഭയങ്കര പ്രയാസമാണ്. ഈ കുഞ്ഞാടിനെ അറുക്കുന്നത് ആ കുഞ്ഞാടുമായുള്ള ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞാടിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറ്റണമെങ്കിൽ വേദനയാണ്. പക്ഷേ ആ കുഞ്ഞാടിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ ജീവൻ്റെ രക്ഷയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സംഹാരകൻ അന്ന് രാത്രി ആ ഭവനത്തിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. ഈ കുഞ്ഞാട് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ എൻ്റെ ഭവനത്തിന് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ സംഹാരകൻ എൻ്റെ ഭവനത്തിനകത്ത് കയറും. മനസ്സോടെ വളരെ വേദനയോടെ ആ കുടുംബം ആ കുഞ്ഞാടിനെ 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുക്കുകയാണ്. അറുത്ത് അതിൻ്റെ രക്തം എടുത്ത് ഒരു കിണ്ണത്തിന്മേലാക്കി ഈ സോപ്പിൽ മുക്കി അത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പെരട്ടുന്നു. അവിടെ അന്ന് വെളിപ്പെട്ട് വരുന്ന രൂപം കുരിശിൻ്റെ രൂപമാണ്. ഭൂമിയിലാദ്യമായി കുരിശിൻ്റെ രൂപം മുകളിൽ മധ്യത്തിൽ തളിക്കപ്പെട്ട് ആ രക്തം താഴേക്ക് ഇറ്റിറ്റായി ഒഴുകി വീഴുമ്പോൾ 2 ഭാഗത്തും കട്ടളക്കാലിന്മേൽ തറയ്ക്കപ്പെട്ട രക്തവും കൂട്ടി യോജിക്കപ്പെടുമ്പോൾ എല്ലാ ഇസ്രായേലി ഭവനങ്ങളുടെയും മുമ്പിൽ ഒരു കുരിശു രൂപം, രക്ഷകനായി അവതരിപ്പിക്കപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. അത് കാണുമ്പോൾ സംഹാരകൻ ആ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നമ്മൾ ഈ വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ആ ദിവസം എന്ത് ചെയ്യണം, എന്തെല്ലാം കൽപ്പനകളാണ് കർത്താവ് അവർക്ക് കൊടുത്തതെന്ന്, അതും നമ്മളുമായിട്ടുള്ള ബന്ധം എന്താ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് നാം അല്പസമയം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അറുക്കുന്ന അന്ന് രാത്രിയിൽ അതിനെന്ത് ചെയ്യണം? തീയിൽ ചുടണം. ആ തീയിൽ ചുട്ട ആ ആടിൻ്റെ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. അത് തിന്നേണ്ടത് കയ്പ് ചീരയോട് കൂടെ ആയിരിക്കണം. കർത്താവ് എന്തിനാ ഈ കയ്പ് ചീര ഈ അപ്പത്തിനോടുകൂടെയും പെസഹ കുഞ്ഞാടിൻ്റെ മാംസത്തോടുകൂടെയും കൊടുത്തത്? കർത്താവിന് എന്തായിരുന്നു കയ്പ് ചീര നമ്മൾ അതിനോട് കൂടെ ചേർത്ത് ഭക്ഷിക്കണമെന്ന് നിർബന്ധം എന്തായിരുന്നു? അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ തന്നെ അടുത്തൊരു അരമണിക്കൂർ എടുക്കും. പക്ഷേ ഞാനത് ഓടിച്ചൊന്ന് പറയാം. ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയാം, ദൈവത്തിങ്കൽ നിന്ന് നന്മ പ്രാപിക്കാമെങ്കിൽ
തിന്മയും പ്രാപിച്ച് കൂടെ. നിനക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ഷേമമായിരിക്കുമ്പോൾ, സൗഖ്യമായിരിക്കുമ്പോൾ, സമാധാനമായിരിക്കുമ്പോൾ, സമൃദ്ധിയിലായിരിക്കുമ്പോൾ മാത്രം നാം ദൈവത്തെ സേവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യോബിനെതിരെ പിശാച് അവിടെ ചെന്ന് പറഞ്ഞ എന്നാണെന്നറിയാമോ? നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ആദ്യം പിശാചിനെ ദൈവം അനുവദിച്ചത് യോബിൻ്റെ കുഞ്ഞുങ്ങളെ തൊടാൻ മാത്രമാണ്, സമ്പത്തിനെ തൊടാൻ മാത്രമാണ്. യോബിൻ്റെ ശരീരത്ത് തൊടാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. അന്നേരം യോബിനെ കുറിച്ച് പിശാച് ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറഞ്ഞു, നീ അവന് ചുറ്റുമുള്ളതിന് വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് അവൻ സ്നേഹിക്കുന്നത്. ആ വേലി ഒന്ന് പൊളിച്ചു നോക്കിക്കേ, ഇപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറയുന്ന കാണാം. അപ്പോൾ പിശാചും ദൈവവും തമ്മിലുള്ള ഒരു 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 മത്സരമാണ്. കർത്താവ് പറയുന്നു, ഇല്ല, എൻ്റെ ദാസൻ എന്നെ തള്ളിപ്പറയുകയില്ല. അവൻ്റെ വേലി പൊളിച്ചാലും അവനിപ്പോഴുള്ളതെല്ലാം കഷ്ടമായി മാറിയാലും, അവന് കണ്ണുനീര് കുടിക്കാൻ കൊടുത്താലും, കഷ്ടത്തിൻ്റെ അപ്പം അവന് തിന്നാൻ കൊടുത്താലും എന്നെ അവൻ തള്ളിപ്പറയത്തില്ല. അതാ ദൈവത്തിൽ അവനുള്ള വിശ്വാസം. പിശാച് പറയാ, നോക്കിക്കോ, അവനെ കൊണ്ട് ഞാൻ തള്ളിപ്പറയിക്കും, അവൻ നിന്നെ തള്ളിപ്പറയും. ഓ, ദൈവം പറയാ, നോ, എൻ്റെ ഭക്തൻ എന്നെ തള്ളിപ്പറയത്തില്ല. ഈ ഭൂമിയിൽ സകലതും പ്രതികൂലമാണെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം നോക്കുകയാണ്. കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നോക്കുക കേട്ടോ. നാം കടന്നു പോകുന്ന വേദനയിൽ ഭാരപ്പെടേണ്ട, നാം തികയുക. ഓ, വിശ്വാസത്തിൻ്റെ പരിശോധന അത് വിലയേറിയതാ. എന്നെ തീയിലൂടെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പറയണം, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ തിരുമുഖത്തേക്ക് നോക്കി പറയണം, എൻ്റെ കർത്താവേ, നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇത് നിന്റെ വായിൽ നിന്ന്, അധരത്തിൽ നിന്ന് നീ ഉച്ചരിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിന്റെ വിഷയങ്ങൾ വ്യാപരിക്കും. ആമേൻ. ആ വിഷയത്തിൽ ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുക. കയ്പ് ചീരയോടുകൂടെ ഇതിനെ ഭക്ഷിക്കണം. എന്തിനാ കയ്പ് ചീര തന്നതെന്നറിയാമോ? കയ്പ് ചീരയോടുകൂടെ ഭക്ഷിക്കുമ്പോൾ ഓർക്കണം, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ നിലവിളി കേട്ടു, ഞാൻ നിന്റെ കഷ്ടത കണ്ടു. അപ്പോൾ മിസ്രൈമിൽ ഇവർ കഷ്ടതയിലായിരുന്നു, കണ്ണുനീരായിരുന്നു, ഊഴിയ വേല ചെയ്യുകയായിരുന്നു, അവരെ കൊണ്ട് അടിമത്തം ചെയ്യിക്കുകയായിരുന്നു. ഇത് നീ ഓർക്കണം. എന്തോ ചെയ്യുമ്പം? കയ്പ് ചീര ഭക്ഷിക്കുമ്പോൾ. ഇത് നിത്യനിയമമാണ്. നിന്റെ തലമുറ ഇത് കഴിക്കണം. നിന്റെ മകനോട് നീ പറയണം, ഓ, ഞങ്ങൾ അവിടെ കഷ്ടതയിലായിരുന്നു, ഞങ്ങൾ കണ്ണുനീരായിരുന്നു, ഞങ്ങൾ മിസ്രൈമിലെ അടിമത്തത്തിലായിരുന്നു, ഞങ്ങൾ ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നു. അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടിനെ ഒരുക്കി. ആ കുഞ്ഞാടിനെ ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അവൻ്റെ രക്തം ഞങ്ങളുടെ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പെരട്ടി. അന്ന് സംഹാരദൂതൻ കടന്നുപോയി. എൻ്റെ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. മിസ്രൈമിലെ എല്ലാ ഭവനത്തിലെ ഫറവോന്റെ കൊട്ടാരം മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ളവൻ്റെ ആദ്യ ജാതനെ സംഹരിച്ചപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഒരുത്തന് പോലും ഒരു കേടും വരാതെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. ആ വിധങ്ങളെ നിന്റെ മകനോട്, നിന്റെ തലമുറയോട് നീ പറഞ്ഞു കൊടുക്കണം. അതിനാ കയ്പ് ചീര കർത്താവ് കൊടുത്തത്. അപ്പോൾ ആ വിഷയത്തിന്മേലുള്ള ദൈവീയ ആലോചന, നീ പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടി ഭക്ഷിക്കണം. പുളിപ്പെന്നുള്ള വിഷയം പിന്നെ വരുന്നത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം എന്നാ? ഈ ആടിനെ മുഴുവൻ എന്ത് ചെയ്യണം? കഴിച്ചു തീർക്കണം. ഒട്ടും ബാക്കി വെച്ചേക്കാൻ പാടില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും ബാക്കി വന്നാൽ നീ എന്ത് കൊടുക്കണം? തീയിലിട്ട് മുഴുവൻ ചുട്ട് കളയണം. ഇതിൻ്റെ ആത്മീയാർത്ഥം പറയാൻ പോവുകയാണേ. നീ കർത്താവിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, ഒരു വീട് പണിയാൻ തുടങ്ങുന്നതിന് മുമ്പേ അത് തീർക്കാൻ വകയുണ്ടോ എന്ന് നോക്കണം. തീർക്കാൻ വകയില്ലെങ്കിൽ നീ പണിയാൻ ഇതിൻ്റെ ആത്മീയാർത്ഥം എന്നാ അറിയാമോ? നീ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തെ സ്നേഹിക്കാൻ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റാനാ നിൻ്റെ ഇഷ്ടമെങ്കിൽ നീ ഇതിൻ്റെ പുറകെ പോവരുത്. അതും പോവും, ഇതും പോവും, രണ്ടും ഇല്ലാതെയായി പോവും. അതാ ഈ തുരുത്തിയുടെ കാര്യമെല്ലാം പറഞ്ഞത്. നീയും ഇല്ലാതായി പോവും, അതുമില്ല. ഇതിന് രണ്ടിനും ഇട വരുത്തരുത്. നിനക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിനിറങ്ങിത്തിരിക്കാവൂ. കർത്താവിൻ്റെ കൽപ്പന പകുതിയായിട്ട് അനുസരിക്കാനുള്ളതല്ല. കർത്താവ് പറഞ്ഞ മുഴുവൻ കൽപ്പനകളും നീ മുഴുവനായി അനുസരിക്കണം. ദൈവവചനം പറയുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് കുറച്ചായിട്ട് തിന്നാനല്ല, കർത്താവിനെ മുഴുവനായി ഉള്ളിലാക്കി കർത്താവ് പറഞ്ഞ മുഴുവൻ കൽപ്പനകളും അത് പൂർണ്ണമായി അനുസരിക്കുവാൻ നീ തയ്യാറായിരിക്കണമെന്നുള്ളതിൻ്റെ ദൈവിക നിഴലാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നീ പെസഹ കുഞ്ഞാടിനെ മുഴുവനായി
ഭക്ഷിക്കണം. അടുത്ത വിഷയത്തിലേക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുകയാണ്. 11-ാം വാക്യം വരുമ്പോൾ പറയുന്നത്, നീ അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടിയും പിടിച്ചുകൊണ്ട് തിടുക്കത്തോടെ അത് യഹോവയുടെ പെസഹ ആകുന്നു. 3 കാര്യങ്ങളാണ് പറയുന്നത്. നീ അരകെട്ടണം, കാലിന് ചെരുപ്പിടണം, വടി പിടിക്കണം. ഈ സാഹചര്യം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. 9 ബാധകൾ അയച്ചിട്ടും ഫറവോൻ അവൻ്റെ കഠിനത്വം മാറാതെ, അതിൻ്റെ അവസാന അധ്യായത്തിൻ്റെ ബാക്കി പറയുന്നത് ഇങ്ങനെയാണ്. അന്ന് വരെയും മോശയ്ക്കൊരു വധഭീഷണി ദൈവം കൊടുത്തില്ല. അന്ന് മോശയ്ക്ക് ഒരു വധഭീഷണി ഫറവോൻ കൊടുത്തില്ല. അന്നാണ് ഫറവോൻ ആദ്യമായിട്ട് മോശയ്ക്ക് വധഭീഷണി കൊടുക്കുന്നത്. ഇനി നിൻ്റെ മുഖം ഞാൻ കണ്ടാൽ നീ ജീവനോടെ ഇരിക്കയില്ലെന്ന് മോശയോട് പറയുകയാണ്. അതുവരെയും ഫറവോൻ്റെ സന്നിധിയിലേക്ക് മോശയ്ക്ക് ധൈര്യത്തോടെ കയറി ചെല്ലായിരുന്നു. എന്നാൽ ഇനിയും മോശയ്ക്ക് ഫറവോൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. കയറി ചെന്നാൽ മോശയെ കൊന്നുകളയും. അതാണ് ഫറവോൻ്റെ കൽപ്പന. ആ സമയത്ത് ഒരു കാരണവശാലും തൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിടുവാൻ തടസ്സം നിൽക്കുന്ന ഫറവോൻ്റെ മധ്യത്തിൽ ദൈവം ജനത്തോട് പറയുക, നീ പോകാൻ ഒരുങ്ങിക്കോ, നിനക്കൊരു പുറപ്പാടുണ്ട്. നീ മിസ്രയീം വിട്ട് നിന്നെ ഏത് ഫറവോന് ശക്തി പിടിച്ചു വെച്ചാലും അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ കഴിവുള്ളവനാ ഞാൻ. നീ ഒരുങ്ങിക്കോ. വിശ്വാസത്തോടെ നീ ചെരുപ്പിട്ടോ, വിശ്വാസത്തോടെ പോകാൻ നീ അരകെട്ടിക്കോ, വിശ്വാസത്തോടെ നീ നിന്റെ വടിയെടുത്തോ. നീ പോകാൻ ഒരുങ്ങിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ജനം വിശ്വാസത്തോടെ പോകാൻ അങ്ങ് റെഡിയാകുക കേട്ടോ. പെസഹ കഴിക്കുന്നതിന് മുമ്പേ, സംഹാരദൂതൻ വരുന്നതിന് മുമ്പേ ജനം അവിടുന്ന് പുറപ്പെടാൻ തയ്യാറാകുക. വിശ്വാസത്തോടെ ഒരുങ്ങാൻ തയ്യാറാകുക. നിനക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ നീ ഫ്ലൈറ്റിൽ കയറാൻ പോകാൻ റെഡിയാകുമോ? നിനക്ക് വിസ ഇല്ലെങ്കിൽ നീ എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങുമോ? നീ ടിക്കറ്റ് ബുക്ക് ചെയ്യുമോ? ഇല്ല, കാരണം വിസ കിട്ടിയിട്ടില്ല, പാസ്പോർട്ടിൽ എങ്ങനെയാണ് പോകുന്നത്? ഇത് ചെയ്യുന്നത് പോലെയാ വിശ്വാസത്തോടെ ജനം അന്ന് അരകെട്ടുകയാ, ചെരുപ്പിടുക, വടി പിടിക്കുക. ഇതൊക്കെ അന്ന് യാത്രയെ കാണിക്കുന്ന. യാത്രയ്ക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. ഒരു യാത്രയുണ്ട്, ഒരു പുറപ്പാടുണ്ട്. അതിനുവേണ്ടി അവർ ഒരുങ്ങി നിന്നുകൊണ്ടാണ്. അവർ ഇരുന്നു കൊണ്ടല്ല കഴിക്കുന്നത്, നിന്നുകൊണ്ട് തിടുക്കത്തോടെ ആ പെസഹ കുഞ്ഞാടിനെ അവർ ഭക്ഷിക്കുക. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പുറപ്പാടുണ്ട്, നമുക്കൊരു വാഗ്ദത്ത നാടുണ്ട്. ഈ ദേശം നമ്മുടേതല്ല, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ട്, ഒരു വാഗ്ദത്ത ഭവനമുണ്ട്. അങ്ങോട്ടുള്ള യാത്രയിലാണ് നാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരുങ്ങണം. എൻ്റെ കർത്താവ്, എൻ്റെ അരുമനാഥൻ ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ കാഹളം ധ്വനിക്കുമായിരിക്കും. രാവിലെ പ്രഭാതത്തിലാകുമ്പോൾ ചിന്തിക്കണം, എൻ്റെ കർത്താവ്, എൻ്റെ അരുമനാഥൻ, കാഹളനാഥം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആ നിമിഷം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കാം. എനിക്ക് പോകണം, എൻ്റെ കർത്താവ് വന്നാൽ പോകണം. അതിന് തടസ്സമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ പാടില്ല. എൻ്റെ കർത്താവ് വരുവാൻ പോകുന്നതിന് തടസ്സമായി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഞാൻ എല്ലാ ക്രമീകരണങ്ങളും വരുത്തുവാൻ തയ്യാറാണ്. ഒരാൾ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ അദ്ദേഹം ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. അതുകൊണ്ടാണ് ഹിസ്കിയാ രാജാവിൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞത്, നീ മരിച്ചു പോകും, നീ ഗ്രഹകാര്യങ്ങളെല്ലാം, കാരണം നീ പോകാൻ പോവുക, നീ ഈ ലോകത്തിൽ നിന്ന് പോകാൻ പോകും. അപ്പം നിനക്ക് എന്തെല്ലാം ചെയ്യണമോ അതിലെല്ലാം നീ എന്തോ ചെയ്യണം, ചെയ്തോണം. അപ്പോൾ ഒരു രാജാവല്ലേ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭരണം ഭരമേൽപ്പിക്കാനുണ്ട്, ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാം പറഞ്ഞ് വേറൊരാൾ എന്ത് ചെയ്യണം, ഏൽപ്പിക്കണം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിതാക്കന്മാർ തന്നെ മരിക്കുന്നതിന് മുമ്പേ അത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭവനം ഭാഗിക്കണം, വസ്തു ഭാഗിക്കാനുണ്ടായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം നീ പുറപ്പെടാൻ പോവുക, നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുക, ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടാൻ പോവുക. അപ്പം പുറപ്പാടിന് മുമ്പേ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. പോകുന്നതിന് തടസ്സമായി ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണമെന്ന്, ഒരു യാത്രയ്ക്ക് നമ്മളെപ്പോഴും തയ്യാറായിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. തനിക്കായി നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായല്ല, കാത്ത് നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. വിശുദ്ധന്മാരായി വിശുദ്ധിയോടെ ജീവിക്കാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കറകളുണ്ടോ, കളങ്കങ്ങളുണ്ടോ? നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരും, നീ നഗ്നനായി കാണാതിരിക്കേണ്ടതിന് ഉടുപ്പ് സൂക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് ദൈവം തന്ന ജീവിത വസ്ത്രത്തിൽ കളങ്കങ്ങളുണ്ടോ, കറകളുണ്ടോ? നമ്മൾ പൊങ്ങത്തില്ല കേട്ടോ. നമുക്ക് കർത്താവ് വരുമ്പോൾ കൂടെ പോകാൻ പറ്റത്തില്ല. നമ്മൾ വിശുദ്ധിയോടെ നമ്മുടെ ജീവിത വസ്ത്രം സൂക്ഷിക്കണം. എൻ്റെ ജീവിത വസ്ത്രത്തിൽ എന്തെങ്കിലും അഴുക്കുണ്ടോ? കർത്താവ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അറിയാതെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, സ്വമേധാ പാപങ്ങളെ അകറ്റി എന്നെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് കാഹളം ധ്വനിച്ചാൽ കർത്താവിൻ്റെ സന്നിധി വരുന്നതിന് തടസ്സമായി, ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന് തടസ്സമായി
എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ കർത്താവേ? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായി നിലനിൽപ്പുണ്ടെങ്കിൽ, ഈ ദേശത്ത് നിന്ന് എൻ്റെ വാഗ്ദത്ത നാട്ടിലേക്ക് ഞാൻ പുറപ്പെടുന്നതിന് തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ, എൻ്റെ കർത്താവേ എന്നിൽ നിന്നത് മാറ്റണേയെന്ന് എപ്പോഴും പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാ നമ്മുടെ കർത്താവ് വരുന്നത്. നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാം. കർത്താവിന് വരവിൽ നഷ്ടപ്പെട്ടു പോകാതെ അവനോട് കൂടെ കാണപ്പെടേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 19-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ സഭയിൽ നിന്ന്. 22-ാം വാക്യത്തിലേക്ക് വരുമ്പം അതിൻ്റെ അവസാന ഭാഗം പറയുന്ന എപ്പോഴാണ്, പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങൾ ആരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. വീടിൻ്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും എന്തോ ഉണ്ട്? പെസഹ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ഇനി ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ എന്തിനെ മറികടന്ന് പോകണം? യേശു കർത്താവിൻ്റെ നമ്മൾ അവർ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തെ മറികടന്ന് പോകണം. നമ്മളെ ശുദ്ധീകരിച്ച നിത്യനിയമത്തിൻ്റെ രക്തത്തെ മറികടന്ന് വേണം ഇതിന് പുറത്തേക്ക് പോകാൻ. അതിൻ്റെ ആത്മീയ അർത്ഥം ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെ ശുദ്ധീകരിച്ച നിത്യനിയമത്തിൻ്റെ രക്തത്തെ വില കുറച്ച് കാണരുത്. നമുക്ക് ലഭിച്ച ശുദ്ധീകരണത്തെ വില കുറച്ച് കണ്ട് ആ ശുദ്ധീകരണത്തെ ഇല്ലാതാക്കി കളയരുത്. കർത്താവ് തന്നിട്ടുള്ള കൃപയ്ക്കുള്ളിൽ നിൽക്കണം. കർത്താവ് തന്ന പ്രൊട്ടക്ഷൻ അകത്ത് നിൽക്കണം. നീ വീട്ടിനകത്തിരുന്നെങ്കിൽ മാത്രമേ സംഹാരദൂതൻ നിന്നെ ഒഴിഞ്ഞു പോകുകയുള്ളൂ. വീടിന് പുറത്തിറങ്ങിയാൽ കർത്താവിന് ഉത്തരവാദിത്വമില്ല. പെസഹ കുഞ്ഞാട് നീ ഭക്ഷിച്ചു, ശരിയാ. പെസഹ കുഞ്ഞാട് നീ അറുത്തു, ശരിയാ. നീ പുളിപ്പില്ലാതെ ഭക്ഷിച്ചു, ശരിയാ. പക്ഷേ നീ നേരം വെളുക്കും വരെ, ഉദയനക്ഷത്രം ഉദിക്കുവോളം, നമ്മുടെ കർത്താവിൻ്റെ വരവോളം നിന്നെ ആക്കിയ വീടിനകത്ത് പാർക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയുമാ. ദൈവവചനത്തിന് ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുക. വചനത്തിൻ്റെ ആഴം പിടികിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിന്നെ ആക്കി വെച്ച ദൈവീയ പ്രൊട്ടക്ഷൻ അകത്ത് നിൽക്കാൻ, കർത്താവ് നമ്മളെ ആക്കി വെച്ച ദൈവീയ സംരക്ഷണത്തിനകത്ത് നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാ. എൻ്റെ കർത്താവേ, ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ എന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മറികടന്ന്, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ മറികടന്ന്, എന്നെ കർത്താവിനെ വിട്ടിട്ട് ദൈവസാന്നിധ്യം വരാത്ത ഒരിടത്തും ഞാൻ പോകയില്ലെന്ന് ഇന്ന് രാവിലെ ദൈവസന്നിധി തീരുമാനിക്കണം. എൻ്റെ കർത്താവേ, എന്നെ ദൈവത്തിൻ്റെ കൃപയിൽ നിലനിർത്തണമേന്ന്. ഞാൻ എൻ്റെ ദൈവസാന്നിധ്യം വിട്ടെങ്ങും പോകത്തില്ലെന്ന്. കൃപ 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 കൃപ. എൻ്റെ 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്യജാതിക്കാരനായ ഒരുത്തനും അത് തിന്നരുത്. 44-ാം വാക്യപ്പോഴത്തേക്ക്, എന്നാൽ ദ്രവ്യം കൊടുത്ത് വാങ്ങിയ ദാസനൊക്കെയും പരിച്ഛേദന ഏറ്റ ശേഷം. 45-ാം വാക്യം, പരദേശിയും കൂലിക്കാരനും. 46-ാം വാക്യം, അത് വീട്ടിൽ വെച്ച്. ഇവിടെ വീടെന്നും കുടുംബം എന്നൊക്കെ പറയുന്നത് ദൈവസഭയാണ്. സഭ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. ഇവിടെ പറയുന്നത്, ദ്രവ്യം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദാസനാണെങ്കിൽ, വില കൊടുത്തു വാങ്ങിയവനാണെങ്കിൽ അവൻ എന്ത് ഭക്ഷിക്കാം? പരിച്ഛേദന ഏറ്റ ശേഷം പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കാം. നമ്മൾ ഓരോരുത്തരും ആരായിരുന്നു? വാഗ്ദത്തത്തോട് അന്യരും പരദേശികളും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരും ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ദൈവജനം പറയുന്നു. നമ്മളാരും ഇസ്രായേൽ പൗരന്മാരല്ല, നമ്മളാരും യഹൂദന്മാരല്ല. നമ്മുടെ ജനനം കൊണ്ട് നമുക്ക് ആ ഇസ്രായേൽ പൗരത്വം ഒന്നുമില്ല. നമ്മൾ പരദേശികളായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ രക്തം കൊടുത്ത്, വില കൊടുത്ത്, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവനാണ് നമ്മൾ. എൻ്റെ വില എന്നാ? നമ്മുടെ വില എന്നാ? ഈ ഭൂമിയിലുള്ള ദൈവസഭയിലുള്ള ഏറ്റവും ചെറിയവൻ്റെ വില, ലോകത്തിൽ സകലത്തിനേക്കാളും വില മതിക്കുന്ന
കർത്താവായ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഈ ചെറിയവിൽ ഒരുത്തനെ പോലും തുച്ഛീകരിക്കരുത്. ഇവൻ്റെ സേവകാല മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നിനക്ക് വേണ്ടി മരിച്ച പോലെ ഇവന് വേണ്ടിയൂടെ കർത്താവ് മരിച്ചത്. ഈ ചെറിയവിൽ ഒരുത്തനെ തുച്ഛീകരിക്കരുത്. ദൈവവചനത്തിൻ്റെ ആഴം, വചനത്തിൻ്റെ ശക്തി അതെത്ര വലിയതാ. പിന്നെ പറയുക, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടാത്ത ആരും എന്തിനെ തുടരുത്? പെസഹ കുഞ്ഞാടിനെ തുടരുത്. പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കരുത്. അങ്ങനെ ഭക്ഷിച്ചാൽ അവൻ ഛേദിക്കപ്പെടണം. ആര് തിരുവത്താഴം എടുക്കണം, ആര് കർത്തൃമേശയോട് അടുക്കണം എന്നൊക്കെയുള്ളതിന് വ്യക്തമായ നിയമങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഇന്നത്തെ പുതിയ ജനറേഷൻ വന്നപ്പോൾ ആർക്കും അത് ഭക്ഷിക്കാം. സഭയ്ക്ക് പുറത്തും കൊണ്ടുപോകാൻ വഴിയെ പോകുന്നവനും കഴിക്കാം, ആർക്കും വേണേൽ കഴിക്കാമെന്നൊക്കെയാണ് ഇന്നത്തെ ഉപദേശം. പക്ഷേ തിരുവചനം പറയുന്നു, രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവൻ പരിച്ഛേദനയേറ്റവൻ വേണം കഴിക്കാൻ. എന്താ പരിച്ഛേദന? റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 29-30 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. ആ വാക്യം പെട്ടെന്ന് വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അവസാന 2 വാക്യങ്ങൾ. അപ്പോൾ എന്തോ വേണ്ടത്? ആത്മാവിലുള്ള, ഹൃദയത്തിൽ എന്തോ വേണ്ടത്? പരിച്ഛേദന. പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് മാറ്റണം. എന്തിനെ മുറിച്ച് മാറ്റണം? ദൈവഹിതമല്ലാത്ത, ദൈവ ഇഷ്ടമല്ലാത്ത സകല സ്വഭാവങ്ങളെയും, സകല പ്രവൃത്തികളെയും, സകല ചിന്തകളെയും, സകല നിരൂപണങ്ങളെയും മുറിച്ചു മാറ്റിയവൻ വേണം എന്തോ കഴിക്കാൻ? പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കാൻ, കർത്തൃമേശയിൽ പങ്കെടുക്കാൻ. വിശുദ്ധിയോടെ ജീവിക്കുന്നവൻ വേണം. ദൈവസന്നിധിയിൽ പരിച്ഛേദനയുള്ളവൻ വേണം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല. പുറമെ ഏറ്റ പരിച്ഛേദനയല്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആത്മാവിലുള്ള പരിച്ഛേദനയത്രേ പരിച്ഛേദന. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് നാം ദൈവസന്നിധിയിൽ നിന്ന് ശോധന ചെയ്യണം. നാം യഥാർത്ഥമായി ആത്മാവിൽ ഹൃദയ പരിച്ഛേദനയോടെ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നവരാണോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണം. കർത്താവേ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേണ്ട പരിച്ഛേദനയേറ്റ് ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ എനിക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം. അവിടെ സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിന് ദൈവം നിയമങ്ങൾ, ചട്ടങ്ങൾ, അതിൻ്റെ പ്ലാനുകൾ എല്ലാം ദൈവം 26-ാം അധ്യായത്തിൽ കൊടുക്കുകയാണ്. 26-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല. 10 മൂടുശീല എന്തു ചെയ്യണം? തിരുനിവാസത്തെ മൂടണം. തിരുനിവാസം എന്താണ്? ദൈവത്തിൻ്റെ ആലയം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുണ്ട്, യഹോവയുടെ നിയമപ്പെട്ടകമുണ്ട്, കൃപാസനമുണ്ട്, കൃപാസനത്തെ വിടുന്ന ഷെക്കേനയുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്. അവിടെ ആർക്കും അങ്ങനെ കയറി ചെല്ലാൻ കഴിയത്തില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും യാഗം കഴിച്ച ശേഷം ഭയത്തോടെ വിറയിലൂടെ കാലിൽ നിന്നൊരു ചങ്ങല പുറത്തേക്ക് നീട്ടിക്കെട്ടി അകത്തേക്ക് കയറും. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ മഹാപുരോഹിതനിൽ പാപമുണ്ടെങ്കിൽ അവിടെ തന്നെ മരിച്ചു വീഴും. പിന്നെ ഇദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല, ആർക്കും കയറി എടുത്തുകൊണ്ട് വരാനും പറ്റത്തില്ല. കാലിൽ നിന്ന് നീട്ടി പുറത്തേക്കിട്ടിരിക്കുന്ന ചങ്ങലയാൽ ആ ശവശരീരം വലിച്ച് പുറത്തേക്കെടുക്കണം. അത്ര ദൈവസാന്നിധ്യം വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, സ്വർഗ്ഗസിയോനിലുള്ള ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അതേ പ്രതിമയിൽ ദൈവം കൊടുക്കുന്ന പ്ലാനുകളാണ് നാം വായിക്കുന്നത്. അത് ശ്രദ്ധിക്കണേ. പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ. ഇനി അങ്ങോട്ട് വന്ന 31-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോഴത്തേക്ക് വീണ്ടും പറയുക, തിരശ്ശീല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. നമ്മൾ സമാഗമന കൂടാരം എന്ന വിഷയം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന മുഴുവൻ കൽപ്പനകളും ചട്ടങ്ങളും നമുക്ക് ഈ സമാഗമന കൂടാരത്തിൽ കാണാം. ഒറ്റനോട്ടത്തിൽ കാണത്തില്ല. നമുക്ക് പൊരുൾ തിരിച്ച് കർത്താവ് തന്നാൽ ഈ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത എല്ലാ നിയമങ്ങളും,
എല്ലാ ചട്ടങ്ങളും എല്ലാ കൽപ്പനകളും സമാഗമന കൂടാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ശീലകളുടെ ആവശ്യം പറഞ്ഞു വരുന്നത് പെസഹ കുഞ്ഞാടുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. ഈ 4 നൂലുകൾ, നമ്മളിപ്പം വായിച്ച 4 നൂലുകൾ, നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കിയിട്ട് ഇതിന് ചുറ്റുമാണ് പാളയം ഇറങ്ങുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതിന് ചുറ്റും ആ പാളയം ഇറങ്ങുന്നത്. അപ്പം കിഴക്ക് ഭാഗത്ത് 3 ഗോത്രങ്ങൾ, വടക്ക് ഭാഗത്ത് 3 ഗോത്രങ്ങൾ, പടിഞ്ഞാറ് 3 ഗോത്രങ്ങൾ, പിന്നെന്ത് ചെയ്യും, തെക്ക് ഭാഗത്ത് 3 ഗോത്രങ്ങൾ. 4 ഡയറക്ഷനിലും എത്ര ഗോത്രങ്ങൾ വെച്ച് പാളയം ഇറങ്ങണം? അപ്പം കർത്താവ് കൃത്യമായ നിയമം കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് ആര് പാളയം ഇറങ്ങണം? കിഴക്ക് ഭാഗത്ത് യഹൂദ പാളയം ഇറങ്ങണം. വടക്ക് ഭാഗത്ത് ആര് പാളയം ഇറങ്ങണം? തെക്ക് ഭാഗത്ത് ആര് പാളയം ഇറങ്ങണം? ഇനിയും ഇവർക്കെല്ലാം ദൈവം ഓരോ ലീഡേഴ്സിനെ ആക്കി. കിഴക്ക് ഭാഗത്ത് ദൈവം ലീഡറാക്കി വെച്ചത് ആരെയാണെന്നറിയാമോ? യഹൂദയെ ലീഡറാക്കി വെച്ചത്. അവർക്ക് എല്ലാവർക്കും ദൈവം കൊടി കൊടുത്തു. കൊടി, ഈ കൊടിയിലൊക്കെയും എന്തോ സൈൻ ആയിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. അവരെല്ലാം നിശ്ചയിച്ചത്, ദൈവം നിശ്ചയിച്ചത്. അപ്പം ലീഡറായിട്ട് നിൽക്കുന്ന ഗോത്രത്തിൻ്റെ കൊടി ഉയർന്നു നിൽക്കും. ഈ ഗോത്രത്തിൻ്റെ മേലെല്ലാം, ഈ കൊടിക്കെല്ലാം ഓരോ കളറുണ്ട്. ഈ കൊടിയിലെല്ലാം ഓരോ രൂപങ്ങളുണ്ട്. യഹൂദ ഗോത്രത്തിൻ്റെ സൈന് സിംഹമായിരുന്നു. അവൻ കിഴക്ക് ഭാഗത്ത് ഇറങ്ങുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് എഫ്രീം ഓക്സ്, കാളയുടെ രൂപമുള്ള കൊടി. പടിഞ്ഞാറ് ഭാഗത്ത് മനുഷ്യരൂപമുള്ള രൂബേൻ ഗോത്രമാ ലീഡർ. വടക്ക് ഭാഗത്ത് ദാൻ ഗോത്രമാ കഴുക്. നമുക്ക് ഈ 4 കൊടികളൊന്നും ശ്രദ്ധിക്കണേ, മനസ്സിലൊന്ന് കാണണേ. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹരൂപമുള്ള കൊടി, ദാൻ ഗോത്രത്തിൻ്റെ കഴുക് രൂപമുള്ള കൊടി, എഫ്രീം ഗോത്രത്തിൻ്റെ കാളരൂപമുള്ള ഓക്സിൻ്റെ രൂപമുള്ള കൊടി, രൂബേൻ ഗോത്രത്തിൻ്റെ മനുഷ്യമുഖമുള്ള കൊടി. ഇതെല്ലാം മനസ്സിൽ വേണേ. എന്തൊക്കെ മനസ്സിൽ വേണം? പഞ്ഞിനൂൽ, ധൂമ്രനൂൽ, വെള്ളനൂൽ, ചുവപ്പ് നൂൽ. പിന്നെന്ത് മനസ്സിൽ വേണം? പാളയമിറങ്ങുമ്പോൾ പാളയത്തിന് ചുറ്റും നിൽക്കുന്ന ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൊടികൾ, ആ ലീഡേഴ്സിന് ദൈവം കൊടുത്തിരിക്കുന്നത് സിംഹമുഖം, കഴുകുമുഖം, കാളമുഖം, മനുഷ്യമുഖം. പിന്നെയും നമുക്ക് വരാം. എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, സമയക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത്, എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം എഹെസ്കേൽ പ്രവാചകൻ കോബാർ നദീതീരത്ത് വെച്ച് ദർശിക്കുക. അവിടെ വെച്ച് ദൈവം കാണുന്നത് കെരൂബുകൾക്ക് താഴെ കാണുന്നത് വലിയ ചക്രങ്ങൾ. അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നത് ഭയങ്കരത്വമുള്ളതാണ്. അതിന് വലുതാകാനും ചെറുതാകാനും കഴിവുണ്ട്. ആ ചക്രങ്ങൾക്ക് ഭൂമിയേക്കാൾ വലുതാകാൻ കഴിവുണ്ട്. ആ ചക്രങ്ങൾക്ക് ചുറ്റും കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു. അത് കർത്താവിൻ്റെ സാറ്റലൈറ്റാണ് കേട്ടോ. ഈ കോടാനുകൂടി നക്ഷത്രങ്ങളെയെല്ലാം കർത്താവിന് ആ ചക്രങ്ങളിലൂടെ കാണാൻ സാധിക്കും. അത് ചക്രത്തിന്മേൽ ചക്രമുള്ളതാണ്. ഈ കെരൂബുകളുടെ ആത്മാക്കൾ ഈ ചക്രത്തിന്മേലാണ് വസിക്കുന്നത്. ഈ കെരൂബുകൾക്ക് 4 മുഖങ്ങളുണ്ട്: സിംഹമുഖം, കഴുകുമുഖം, മനുഷ്യമുഖം, കാളമുഖം. ഇതെല്ലാം കണക്റ്റഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 നൂലുകൾ, കൊടികളിന്മേൽ കണ്ട 4 രൂപങ്ങൾ, പിന്നെ നാം കാണുന്ന കെരൂബുകളുടെ മേൽ കാണുന്ന 4 മുഖങ്ങൾ. ഇത് തന്നെയാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ സർവശക്തനായ കർത്താവിൻ്റെ 4 റോളുകൾ. ദൈവത്തിൻ്റെ വചനം എത്ര ഭംഗിയുള്ളതാ, എത്ര ആഴമുള്ളതാ. ദൈവത്തിൻ്റെ ദൈവത്വം അത് കഴുക്, ദൈവത്തിൻ്റെ രാജ്യത്വം അത് സിംഹം, ദൈവത്തിൻ്റെ പൗരോഹിത്യം അത് മനുഷ്യമുഖം, ദൈവത്തിൻ്റെ ദാസത്വം അത് കാളമുഖം. പെസഹ കുഞ്ഞാട് 2 നിലവാരത്തിലാണ് വെളിപ്പെട്ടത്. കുഞ്ഞാടിന് 2 പ്രധാന ശുശ്രൂഷകളുണ്ടായിരുന്നു. ഒന്ന്, അവൻ കഷ്ടമനുഭവിക്കുന്ന ദാസൻ, സഫറിങ് സെർവൻറ്റ്. ഇസ്രായേൽ മുഴുവൻ കാത്തിരുന്നത് സർവശക്തനായ കർത്താവ് മശിഹയായി വെളിപ്പെടും, അവർക്ക് രാജ്യം യഥാസ്ഥാനത്ത് കൊടുക്കും. അവരെല്ലാവരും കാത്തിരുന്നു കേട്ടോ. കർത്താവ് ജനിക്കുന്ന സമയത്ത് അവർക്ക് എക്സാക്ട്ലി അറിയായിരുന്നു കർത്താവ് ജനിക്കാൻ പോവാന്ന്. ബേദലഹേമിൽ തന്നെ ജനിക്കുമെന്ന് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബേദലഹേമിൽ അവർ വലിയ കൊട്ടാരം പണിതു. കർത്താവിൻ്റെ ജനനം പ്രതീക്ഷിച്ചിരുന്നു. ഒരു കന്യകയായ ഒരു സ്ത്രീ വരും, ഇവിടെ വന്ന് എന്ത് ചെയ്യും, കർത്താവിനെ പ്രസവിക്കും എന്നൊക്കെ പ്രതീക്ഷയിട്ടിരുന്നു. പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്തത് വേറൊന്നാണ്. പക്ഷേ അതല്ലല്ലോ വിഷയം.
അവിടേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ കർത്താവിൻ്റെ ഈ മഹത്വം നമുക്ക് ഇതിലെല്ലാം കാണാൻ കഴിയും. ദൈർഘ്യമെങ്കിൽ എൻ്റെ സമയം അവസാനിക്കുന്നതുകൊണ്ട് പിന്നീട് ഒരിക്കൽ ആ വിഷയത്തിലേക്ക് പോകാം. ഇപ്പം അന്ന് ആ വിഷയത്തിലേക്ക് തന്നെ ഞാനൊന്ന് മടങ്ങി വരട്ടെ, വിഷയത്തിൽ നിന്ന് പുറത്തു പോകുന്നല്ലോ. 26-ാം അധ്യായം തന്നെ അതിൻ്റെ 14-ാം വാക്യം, പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കണ്ട ഈ 4 നൂലുകൾ കൊണ്ട് 10 മുടിശീല ഉണ്ടാക്കി. അത് 10 കൽപ്പനകളാണ്. അത് 5 വെച്ച് ഇതിട്ട് വേണം അത് വിരിക്കാൻ വേണ്ടി. അതിൻ്റെ പുറത്തൊരു തോലിടണം, ഒരു കവറിങ് ഇടണം. അതെന്തുകൊണ്ട് വേണമെന്നാണ് നമ്മൾ 14-ാം അധ്യായം വായിക്കുന്നത്. 14-ാം അധ്യായം വായിച്ചത് എന്താണ്? ചുവപ്പിച്ച ആട്ടുകോറ്റ തോൽ കൊണ്ട് മൂടിവിരിക്ക് ഒരു പുറംമൂടി. ഈ 10 മൂടിവിരിക്ക് ഒരു പുറംമൂടി. അതെന്തുകൊണ്ടുണ്ടാക്കണം? ആട്ടുകോറ്റൻ്റെ തോൽ കൊണ്ടുണ്ടാക്കണം. അത് വെറുതെ വിരിക്കരുത്, അത് ചുവപ്പിക്കണം. അത് കർത്താവിൻ്റെ രക്തത്തെ കാണിക്കുന്നു. അത് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മുടെ പെസഹ കുഞ്ഞാടിനാൽ പൊതിയപ്പെട്ട നമ്മുടെ സഭയെ കാണിക്കുക. കുഞ്ഞാടിൻ്റെ രക്തത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തിരുസഭയെ കാണിക്കുകയാണ്. തിരുനിവാസത്തിൻ്റെ മുകളിൽ 10 വിരികൾക്ക് മുകളിൽ ആട്ടുകോറ്റൻ്റെ ചുവപ്പിച്ച തോൽ കൊണ്ട് പിന്നെയും ഒരു മൂടുവിരി, അത് മുഴുവൻ സഭയെ കവർ ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ആ സംരക്ഷണത്തിൻ്റെ മറവിൽ, അത്യുന്നതൻ്റെ നിഴലിൽ, സർവശക്തൻ്റെ ചിറകിൻ കീഴിൽ പാർക്കുന്ന ദൈവവേദലേ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിറകിൻ്റെ കീഴിലാണെന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലാണെന്ന് ഈ ചുവപ്പിച്ച ആട്ടുതോൽ നമ്മളെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടിലേക്ക് വരികയാണ്. ഇനിയും എൻ്റെ സമയമെല്ലാം തീർന്നു. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇന്നും എനിക്കൊന്നും തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിലും പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാണ് കാണുന്നത്: ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. യെരമ്യാ 11:19, 11:19 ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാട് പോലെ ആയിരുന്നു. യെശയ്യാ പ്രവചനം അവിടെ നിൽക്കുന്നില്ല. യെശയ്യാ പ്രവചനം 53:7, യെശയ്യാ പ്രവചനം 53:7 തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരോടും ഭാഗം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചതാണ്. എന്തുവാ? യെശയ്യാ പ്രവചനം. ഇതാണ് ഷണ്ണൻ, എത്യോപ്യ ധനകാര്യമന്ത്രി ഷണ്ണൻ തേരിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്നതെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ഈ പ്രവാചകനെ കുറിച്ചാണോ പറയുന്നത്? എഴുതിയ യെശയ്യാ പ്രവാചകനെ കുറിച്ചാണോ പറയുന്നത്? അതോ വേറെ ആരെക്കുറിച്ചാണോ പറയുന്നതെന്ന് ഷണ്ണൻ ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഷണ്ണനോട് പറഞ്ഞു. പറഞ്ഞു തീർന്നപ്പോൾ പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനമേൽക്കാൻ എന്ത് തടസ്സം? ഇത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക? വെളിപ്പെടുത്തി. ഇനി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുവാണേ. നമ്മുടെ പെസഹ കുഞ്ഞാടിൻ്റെ ആ പ്രോസസ്സിങ്ങിലേക്ക് വരികയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. 26-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കാം. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെസഹയ, എന്തുവാ? പെസഹ പെരുന്നാൾ വരിക. കർത്താവ് 1500 വർഷങ്ങൾക്ക് മുമ്പ് കൽപ്പിച്ചു കൊടുത്ത, നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിച്ച ആ പെസഹ കുഞ്ഞാടിൻ്റെ എല്ലാ വർഷവും ആണ്ടുതോറുമുള്ള ആ ഉത്സവം ആചരിക്കാൻ ഇനി എത്ര ദിവസം കൂടെ ഉള്ളൂ? കർത്താവ് പറയുകയാണ്, പെസഹ പെരുന്നാളാണ് എന്ന് നിങ്ങൾ അറിയുന്നല്ലോ, അന്ന് ആരെ ക്രൂശിക്കും? എന്നെ ക്രൂശിക്കുമെന്ന് കർത്താവ് തന്നെ, നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവ് തന്നെ പറയുകയാണ്. പെസഹ വരുവാണല്ലോ, ഇനി 2 ദിവസം കൂടെ ഉള്ളല്ലോ, അന്ന് നിങ്ങളുടെ പെസഹ കുഞ്ഞാടായ എന്നെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് വായിക്കാനുള്ള കാരണം, പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ, ഈ പെസഹായും പുളിപ്പില്ലായ്മയും തമ്മിലുള്ള ബന്ധം ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണേ. പെസഹായുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധം വേണമെങ്കിൽ
നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കണം. പുളിപ്പ് എന്തിനെല്ലാം കാണിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ അല്പമായിട്ട് ഓടിച്ചു പറഞ്ഞായിരുന്നു. പെസഹ, പുളിപ്പ് ദൈവഹിതമല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന സകല പ്രവൃത്തിയെയും സകല സ്വഭാവങ്ങളെയും ഒറ്റ വാക്യത്തിൽ നമുക്ക് എന്തെന്ന് പറയാം? പുളിപ്പെന്ന് പറയാം. അങ്ങനെയെങ്കിൽ പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ വരുന്നു. അതേ അധ്യായം തന്നെ 7-ാം വാക്യം വായിക്കുമ്പോൾ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ കർത്താവ് പത്രോസിനെയും യോഹന്നാനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് വേണ്ടി പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഇനിയും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് വന്നേ. അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, യേശു മരിച്ചവൽ നിർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹായിക്ക് 6 ദിവസം മുമ്പേ വന്നു. കർത്താവ് ക്രൂശിക്കപ്പെടാൻ മനസ്സോടെ വരിക. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെടാൻ വേണ്ടി മനസ്സോടെ യഹൂദിയയിലേക്ക് മടങ്ങി വരുന്ന എത്ര ദിവസം മുമ്പെയാ? പെസഹായിക്ക് 6 ദിവസം മുമ്പേ വന്നു. അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, പിറ്റേന്ന് പെരുന്നാൾ വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നത് കണ്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു, ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? നമ്മൾ ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൽപ്പിച്ചു കൊടുത്ത ആബീബ് മാസം 10-ാം തീയതിയാണ് ഈ ജനം മുഴുവൻ കർത്താവിനെ ഹോശന്ന ഹോശന്ന എന്ന് പാടി യെരുശലേമിലേക്ക് സ്വാഗതം ചെയ്ത ദിവസമാണ് എന്ന് ആബീബ് മാസം 10-ാം തീയതി. അതൊരു ഞായറാഴ്ചയായിരുന്നു. അന്ന് വേർതിരിക്കപ്പെട്ട് നിൽക്കുന്ന കർത്താവ് പെസഹായിക്ക് വ്യാഴാഴ്ച രാത്രിയാണ് എന്ത് ചെയ്യുന്നത്? കർത്താവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി പിടിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ദൈവിക പദ്ധതി എത്ര വലുതാണ്! ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഏദനിൽ ആദം ഹവ്വമാരോട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ സ്ത്രീയുടെ സന്തതിയായി വന്ന് സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന്, ഞാൻ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് നിങ്ങൾക്ക് ജീവൻ ഒരുക്കുമെന്ന്, നിത്യജീവൻ ഒരുക്കുമെന്ന് കർത്താവ് എന്ന് പറഞ്ഞു. അന്നു മുതൽ കണക്ക് കൂട്ടിയാൽ കൃത്യം 4000, ഏകദേശം 4000 വർഷത്തിൽ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. അതുകൊണ്ടാണ് കർത്താവ് 4 ദിവസം പറഞ്ഞത്. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഈ കുഞ്ഞാടിനെ വേർതിരിച്ച് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ലോകസ്ഥാപനം മുതലേ നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട കാൽവറിയിൽ ദൈവകുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാ! അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കടന്ന മർമ്മമായിരുന്നു തൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിനെ, നമ്മുടെ പെസഹ കുഞ്ഞാടിനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കി തീർക്കുക എന്നുള്ളത്. അങ്ങനെ കർത്താവ് പറഞ്ഞ പ്രകാരം കർത്താവ് വിശ്വസ്തനായിരുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം നാം വായിക്കുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ കന്യകയിൽ നിന്ന് ജനിച്ചവനായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പെസഹായുടെ ദിവസം തന്നെ, കർത്താവ് കുഞ്ഞാടിനെ അറക്കപ്പെടുന്ന ആ ദിവസം തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ഒന്ന് പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പ്രകാരം വായിക്കുന്ന, വ്യർത്ഥവും പ്രതിർഭാര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പെസഹ കുഞ്ഞാടിൻ്റെ അടുത്തൊരു നിലവാരമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ കാണുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടത് സഫറിങ് സെർവൻ്റായിട്ടാണ് കർത്താവിനെ കണ്ടത്. പക്ഷേ ഈ കുഞ്ഞാട് രാജാവായി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇതേ കുഞ്ഞാട് തന്നെ മഹത്വപൂർണ്ണനായി വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കാണുന്നു. അത് തുറക്കുവാനോ മുദ്ര പൊട്ടിക്കുവാനോ ആരുമില്ലാത്തത് കൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഏറ്റവും കരഞ്ഞു. കാരണം ആ പുസ്തകത്തിലെ മുദ്രകൾ എന്താണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ നന്നായി മനസ്സിലായി. അത് നടന്നെങ്കിലേ
നമ്മുടെ വീണ്ടെടുപ്പ്, ഈ ലോകത്തിൻ്റെ ന്യായവിധി എല്ലാം നടക്കുകയുള്ളൂ. അത് നടക്കണമെങ്കിൽ അത് പൊട്ടിക്കാൻ ഒരാൾ വേണം. അതിനുവേണ്ടി ഏറ്റവും കരച്ചിലോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി തീർന്നു. അന്നേരം നോക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ഈ കുഞ്ഞാട് ചെന്ന് എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ മുദ്രയിടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങുകയാണ്. ആ മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുന്നതാ നമ്മൾ അടുത്ത വാക്യങ്ങളിൽ എല്ലാം വായിച്ചു വരുന്നത്. അവസാനമായി ദുഷ്ട അന്ധകാര ശക്തികളുടെ പടകളെല്ലാം ഈ ലോകത്തിലെ 10 രാജാക്കന്മാരെ കൂട്ടുപിടിച്ച് കർത്താവിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത് 17-ാം അധ്യായം. മൃഗം, ഗോഗ് മാഗോഗ് യുദ്ധം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം പറയുക, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതിരാജുമാ ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവനെ ജയിക്കും. ഈ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെടാൻ വന്നെങ്കിൽ, പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടെങ്കിൽ, ആ കർത്താവ് രാജാതിരാജാവായി കർത്താവായി നമ്മളെ ചേർക്കാൻ വരാൻ പോവുകയാണ്. നാം അന്ന് അവനോടുകൂടെ വിശുദ്ധന്മാരായി വാഴുവാൻ പോവുകയാണ്. അതാ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിരുത്. പക്ഷെ നമ്മുടെ വിരുത് തെറ്റിക്കാൻ നമുക്കെതിരെ അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ലോകങ്ങളെല്ലാം ശക്തിയോടെ നിൽക്കുക. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ച് കളയാൻ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന അഭിഷക്തന്മാരെ തെറ്റിച്ച് കളയാൻ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങളെ, നന്മകളെ തകർത്ത് കളയാൻ നമുക്ക് ജയിക്കണം. എന്ത് വില കൊടുത്തും, ജീവൻ പോയാലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രാപിക്കണം. ഈ ലോകത്തിലെ ജോലിയല്ല വലുത്, ഈ ലോകത്തിലെ സമ്പത്തല്ല വലുത്, ഈ ലോകത്തിലെ ബന്ധങ്ങളല്ല വലുത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് പ്രാപിക്കാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്നുകൂടെ സമർപ്പിക്കണം. ഒരു സമർപ്പണത്തോടെ മാത്രമേ ഇന്ന് നമ്മൾ മടങ്ങിപ്പോകാവൂ. ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കണം. കർത്താവേ എന്നെ ഒന്ന് യോഗ്യനാക്കണേ. എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടേ, ഞാൻ അങ്ങയെ ഭക്ഷിക്കുന്നു. പുളിപ്പില്ലാത്തവനായി ജീവിപ്പാനുള്ള കൃപ തരണേ. എല്ലാ ദുഷ്ടതയും, എല്ലാ തിന്മയും, എല്ലാ വ്യാജഭാവവും, എല്ലാ കപടതയും ജീവിതത്തിൽ നീക്കിക്കളഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന്, ഒരു പുതിയ പിണ്ടമാകേണ്ടതിന്, പുളിമാവിനിൽ നീക്കിക്കളയേണ്ടതിന്, ഒരു പുതിയ തുരുത്തിയാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും? കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഫിലോ ബ്രദർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുകയും നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യും.